രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കുമെന്നുള്ളതാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതി ബുധനാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാൻ പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തറുണ്ട്. ഷഫീദ്, വിവരങ്ങൾ. അനുജ, ഇന്നലെയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് മ്യൂച്വൽ കൺസേൺ, അതായത് പരസ്പര ധാരണ പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു നടന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള അത് മറച്ചുവെക്കാനുള്ള നീക്കം, രാഷ്ട്രീയ നീക്കം എന്നൊക്കെയായിരുന്നു അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്ന കാര്യം. ഏതായാലും ഇന്നലെ ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത് ബുധനാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബുധനാഴ്ച തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കും. അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത നീക്കത്തിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പോലീസിനെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ ഇതിൽ ശക്തമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് തെളിയിക്കുന്ന, അതായത് കൊളാബറേറ്റീവ് എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ പക്കൽ ഇതിനോടകം തന്നെ പെൺകുട്ടി നൽകിയിട്ടുമുണ്ട്. ഇനി കൂടുതൽ പരിശോധന ഇക്കാര്യത്തിൽ വേണം. പ്രത്യേകിച്ച് മറ്റാരുടെയെങ്കിലും മൊഴിയെടുക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. രണ്ടു പ്രതികൾ ഈ കേസിലുണ്ട്. ഒന്നാമത്തേത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ രണ്ടാമത്തേത് ഈ പെൺകുട്ടിക്ക് ഗർഭമനസിപ്പിക്കാൻ ഗുളിക എത്തിച്ച രാഹുലിന്റെ സുഹൃത്തും അടൂർ സ്വദേശിയുമായിട്ടുള്ള ജോബി ജോസഫ് ആണ്. അങ്ങനെ രണ്ടുപേരാണ് ഈ കേസിലെ പ്രതികൾ. ഏതായാലും നിലവിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ കേസ് തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ബുധനാഴ്ച കോടതി പരിഗണിക്കും. അനുജ, ഇതിലിപ്പോൾ എന്താണ് കോടതി പറയാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ ഗുരുതരമായ കാര്യങ്ങൾ ഷഫീദ് പറഞ്ഞതുപോലെ ഇന്നലെയൊക്കെ നമ്മൾ വാർത്ത പുറത്തുവിട്ടതുപോലെ എഫ്ഐആറിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞിട്ടുള്ളത്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പെൺകുട്ടി നൽകിയിട്ടുള്ള മൊഴിയിൽ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെയൊന്നും അല്ല എന്നതുമാണ് അതിലേറ്റവും പ്രധാനമായ കാര്യങ്ങൾ. ഒപ്പം ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുകയാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ. പക്ഷേ അത് ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഒന്നും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്ന വാദങ്ങളല്ലല്ലോ ഷഫീദ്. അനുജ, ഉറപ്പായിട്ടും. കാരണം ഇതിൽ ഇപ്പോൾ എഫ്ഐആർ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. കാരണം നിരന്തരം പീഡിപ്പിക്കൽ, പീഡനം, വിശ്വാസവഞ്ചന, അതേപോലെ തന്നെ ഈ ഉപദ്രവിച്ച് പീഡിപ്പിക്കൽ അടക്കമുള്ള, ഗർഭചിത്രം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി എന്നുള്ളത് കൂടി വരുമ്പോൾ അനുജ, ഉറപ്പായിട്ടും. കാരണം ഈ നിലവിൽ ഇപ്പോൾ എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ തന്നെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ്. മാത്രമല്ല, നെയ്യാറ്റിങ്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 7 ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായും 164 രേഖപ്പെടുത്തി കഴിയുമ്പോൾ അതിന്റെ പ്രാധാന്യം ആ അർത്ഥത്തിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ സെഷൻസ് കോടതിയിൽ, അതായത് സെഷൻസ് കോടതിയിൽ ഈ കേസിൽ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും നിർണായകം. സാധാരണഗതിയിൽ മുൻപ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് സെഷൻസിൽ മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യമുണ്ട്. തുടർന്ന് ഇവർ ഹൈക്കോടതിയിലേക്കൊക്കെ പോകുന്നതാണ് നമ്മൾ കാണാനുള്ളത്. ഈ കേസിൽ ഒരു പക്ഷേ ആ രീതിയിലേക്കുള്ള സമീപനം ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ അത് കോടതിയാണ് അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. കോടതി ബുധനാഴ്ച പരിഗണിക്കുമ്പോൾ, ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തെളിവുകളുണ്ട്. മാത്രവുമല്ല, രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ഒരു പക്ഷേ പ്രോസിക്യൂഷൻ ഈ കേസിൽ അറിയിക്കുകയും ചെയ്യും. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ബുധനാഴ്ച തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.